66ാമത് ഭദ്രാസന കൺവെൻഷൻ്റെ 2ാം രാത്രി യോഗത്തിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവനാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഇന്ന് സന്നിഹിതരായിരിക്കുന്ന നിങ്ങളാണ് ശരിക്കും വചനം കേൾക്കുവാനായിട്ട് ആഗ്രഹിച്ചും ഉദ്ദേശിച്ചിട്ടും വന്നിട്ടുള്ളവർ. അതുകൊണ്ട് ഇന്നലെ വന്നവരോ ഇനിയും വരാനുള്ളവരോ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല എന്ന് ചിന്തിക്കേണ്ട. എങ്കിലും കൺവെൻഷൻ്റെ ആദ്യ ദിനങ്ങളിൽ, ആദ്യത്തെ ദിവസം കഴിഞ്ഞാൽ തുടർന്ന ദിവസങ്ങളിൽ മാരാവൺ കൺവെൻഷനിൽ പോലും പൊതുവെ ആളുകൾ കുറച്ച് കുറവായിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അത് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ സന്നിഹിതരായിരിക്കുന്നവരുടെ ആനുപാതികമായ സംഖ്യ വളരെ കൂടുതലാണ്. അത് കൊട്ടാരക്കരയുടെ ഒരു നല്ല പാരമ്പര്യമായിട്ട് ഞാൻ കാണുന്നു. ഇവിടെ പരസ്യ സമയത്ത് അച്ഛൻ സൂചിപ്പിച്ചതുപോലെ 15 വയസ്സിൽ താഴെയുള്ള എല്ലാ വിദ്യാർത്ഥികളും ഇവിടെ പറയുന്ന പ്രസംഗത്തിൻ്റെ നോട്ടുകൾ എഴുതണം. അസാധാരണമായ രീതിയിൽ ചില ഇടവകളിൽ കുട്ടികൾ ഈ പ്രസംഗത്തിൻ്റെ നോട്ടുകൾ എഴുതി നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കഴിവുകളുള്ള കുട്ടികളാണ്, വിദ്യാർത്ഥിനികളാണ് സംബന്ധിക്കുന്നതിൽ കൂടുതൽ. അതിലേറ്റവും നന്നായി പ്രസംഗം എഴുതുന്നവർക്ക് നല്ല സമ്മാനങ്ങൾ നൽകുന്നതാണ്. അതൊരാൾക്കോ 2 പേർക്കോ ആകണമെന്നില്ല. എഴുത്തിൻ്റെ നന്മയനുസരിച്ച്. എന്നാൽ ഒരു തിരുത്ത് ഇവിടെ അച്ഛൻ പറഞ്ഞതിൽ വരുത്തുന്നു. എല്ലാ ദിവസവും സംബന്ധിച്ചവരുടേത് മാത്രമല്ല പരിഗണിക്കുന്നത്, വന്ന് ഏറ്റവും മെച്ചമായിട്ട് എഴുതുന്നത്. എന്നാൽ കഴിവതും എല്ലാവരും സംബന്ധിക്കാനായിട്ട് ഇടയാകണം. ഇപ്പോൾ എൻ്റെ ഇടതുഭാഗത്ത് ഒരു സ്റ്റുഡൻ്റ് ഇരിപ്പുള്ളൂ, വലതുഭാഗത്ത് ഒരു 3 കുട്ടികളുമുണ്ട്. അത് നാളെ കുറച്ചുകൂടി കൂടുതൽ വിദ്യാർത്ഥികൾ വരുന്നതിന് ഇടയാകണം. ഇന്നലെ ഞാൻ പറഞ്ഞ ഒരു കാര്യം അതീവ ഗൗരവമായി വീണ്ടും ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. അത് ഇന്നലെ നമ്മളെടുത്ത ഇവിടെ അവതരിപ്പിച്ച ഒരു പ്രമേയമാണ്. ലോകത്തെ രക്ഷിക്കാനുള്ള ദൈവത്തിൻ്റെ രക്ഷാപദ്ധതികളായ കുഞ്ഞുങ്ങൾ നമ്മുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് എന്ന് ധരിച്ചോ തെറ്റിദ്ധരിച്ചോ അവരെ നമ്മളുടെ ഇഷ്ടപ്രകാരം നയിച്ചുകൊണ്ട് പോകുന്നത് അപകടകരമായ കാര്യമാണ് എന്നുള്ളത് ദൈവാത്മാവ് എന്നെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം നിങ്ങൾ വിശ്വസിക്കണമെന്ന് നിർബന്ധമില്ല. അന്ത്യന്യായവിധിയിൽ ദൈവം ചോദിക്കുന്ന അതിപ്രധാനമായൊരു ചോദ്യം ക്രൈസ്തവനോട്, വാട്ട് ഡിഡ് യു ഡു വിത്ത് മൈ ചിൽഡ്രൻ ഐ ഹാവ് ഇൻട്രസ്റ്റഡ് ഓൺ യു. നിങ്ങളെ ഏൽപ്പിച്ച എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങളെങ്ങനെ വളർത്തി എന്നുള്ള ചോദ്യം ഒരിക്കലും മറക്കരുത്. അന്ത്യന്യായവിധിയിലെ ക്രൈസ്തവനോടുള്ള പരമപ്രധാനമായ ചോദ്യമാണ്. അല്ലെങ്കിൽ ദൈവത്തിന് ലോകത്തെ രക്ഷിക്കാൻ കുറച്ച് പാടുപെടേണ്ടി വരും. ദൈവത്തിൻ്റെ വഴികൾ കാണും. അപ്പോൾ അതുകൊണ്ടല്ല വാക്യങ്ങളോ പ്രസംഗങ്ങളോ എഴുതാൻ പറയുന്നത്. മാതാപിതാക്കൾ എല്ലാവരും, അത് ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ, അത് പോപ്പ് തൊട്ട് താഴോട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. ഇനിയുള്ള ഓരോ ദിവസവും വൈകിട്ട് അധ്യക്ഷ പ്രസംഗത്തിൽ നമ്മൾ ഒരു വാക്യം കാണാതെ പഠിക്കും. അറിയാവുന്നതാണ്, ആവർത്തിച്ച് വായിക്കും. അതിൻ്റെ മേൽ നമ്മളൊരു തീരുമാനം എടുക്കും. ആ തീരുമാനം മിനിമം 1 വർഷം തുടർച്ചയായി എല്ലാ ദിവസവും നിങ്ങളുടെ രാവിലത്തെ ധ്യാനത്തിൽ, അല്ലെങ്കിൽ ഒരു ധ്യാനവും ഇല്ലെങ്കിലും നിങ്ങൾ തീരുമാനിക്കുന്ന ഈ കാര്യം നിങ്ങൾ ആലോചിക്കുകയും ആവർത്തിച്ച് ചിന്തിക്കുകയും ചെയ്യണം. ഇന്ന് നമ്മൾ അതിന് സഹായകരമായി വായിക്കുന്ന വാക്യം നിങ്ങൾക്ക് മനഃപ്പാഠമായിട്ടുള്ളതാണ്. റോമാലേഖനം, ആരും തുറക്കാൻ പോണ്ട, റോമാലേഖനം 12-ാം അധ്യായം 12 തിരിച്ചിട്ടാൽ 21. റോമാലേഖനം 12-ാം അധ്യായം 21-ാം വാക്യം. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. എല്ലാവരും ചേർന്ന് എൻ്റെ കൂടെ ഒന്ന് പറയണം. തിന്മയോട് തോൽക്കാതെ, ഇവിടെ ശബ്ദമാകാം, നന്മയാൽ
തിന്മയെ ജയിക്കുക. ദൈവജനമേ, നമ്മളിത് ഗൗരവമായി എടുക്കണം. തിന്മ കൊണ്ട് ഒരിക്കലും ഒരിക്കലും നന്മയെ അഭിമുഖീകരിക്കാൻ ഒക്കുകയില്ല. എന്നാൽ നന്മ കൊണ്ട് മാത്രമേ നമുക്ക് തിന്മയെ ജയിക്കാൻ കഴിയുള്ളൂ. തിന്മ കൊണ്ട് തിന്മയെ നേരിടാൻ ശ്രമിച്ചാൽ നമ്മൾ ദൈവരാജ്യമല്ല, പൈശാചിക ലോകം മാത്രമേ സൃഷ്ടിക്കുകയുള്ളൂ. അത് വീട്ടിലായാലും സമൂഹത്തിലായാലും ഇടവകയിലായാലും ലോകത്തിലായാലും ഇത് യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ എടുക്കേണ്ടുന്ന ഒരു തീരുമാനം, ഈ 2024 ഒരിക്കലും തിന്മയാൽ ഞാൻ തോൽക്കുകയില്ല, തിന്മ കൊണ്ട് നന്മയെ നേരിടുകയുമില്ല, നന്മ കൊണ്ട് തിന്മയെ നേരിട്ട് തിന്മയെ നന്മയാക്കി മാറ്റും എന്ന ദൃഢപ്രതിജ്ഞ എടുത്താൽ എനിക്ക് സംശയമില്ല, നിങ്ങൾക്കുണ്ടോയെന്ന് എനിക്കറിയാൻ പാടില്ല, ദൈവരാജ്യത്തോട് നമ്മൾ അധികം അധികം അടുക്കുന്നവരായി. നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു പഞ്ചതന്ത്ര കഥയുണ്ട്. അത് ഒരു സന്യാസി തൻ്റെ ശിഷ്യന്മാരോടൊത്ത് കുളിക്കാൻ പോവുകയാണ്. കുളിക്കാൻ അദ്ദേഹം കടവിൽ ചെന്നപ്പോൾ ഒരു തേള് ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങിച്ചാകാൻ രക്ഷപ്പെടാൻ ഒക്കുന്നില്ല. സന്യാസി തൻ്റെ കൈ വെള്ളത്തിനടിയിലോട്ടിട്ട് ഈ തേളിനെ എടുത്ത് കരയ്ക്ക് ഇട്ട് രക്ഷിക്കാൻ ശ്രമിച്ചു. തേള് ന്യായമായും തേളിൻ്റെ സ്വഭാവം കാണിച്ചു. സന്യാസിയെ കുത്തി, കൈ വേദനിച്ചത് വീണ്ടും വെള്ളത്തിൽ വീണു. 6 പ്രാവശ്യം ആവർത്തിച്ചു. പക്ഷെ 7-ാം പ്രാവശ്യം സന്യാസി ഈ തേളിനെ, ഈ കുത്തി മുറിവേൽപ്പിച്ച ഈ തേളിനെ കരയ്ക്ക് ഇട്ട് രക്ഷിച്ചു. അത് കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, ഇയാളുടെ കൂടെ ആണല്ലോ നമ്മൾ പഠിക്കാൻ ഇറങ്ങിയേക്കുന്നത്, നമ്മുടെ ഗതി എന്താകും എന്നവർ ചിന്തിച്ചു. അത് കേട്ട ഗുരു പറഞ്ഞു, വിദ്യാർത്ഥികളെ, നിങ്ങളുടെ ചിന്ത നല്ലതാണ്, അത് ശരിയായിരിക്കും. പക്ഷേ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഐ വിൽ നെവർ എവർ അലൗ ദ ഗുഡ്നെസ് ഇൻ മീ ടു ബി കോൺകേർഡ് ബൈ ദ ഈവിൾ ഓഫ് ദി അതർ. അവരൻ്റെ തിന്മ കൊണ്ട് എന്നിലെ നന്മയെ കെടുത്താൻ ഞാൻ ഒരു നാളും അനുവദിക്കുകയില്ല. കേട്ടോ പറഞ്ഞത്? ഒരിക്കലും മറക്കരുത്. എന്നിലെ നന്മയെ അവരൻ്റെ തിന്മ ഒരിക്കലും കോൺകർ ചെയ്യാൻ, കീഴടക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. നമ്മൾ ജീവിക്കുന്നത്, അവൻ എന്നോട് മോശമായി സംസാരിച്ചു, ഞാനും മോശമായി സംസാരിച്ചു. അവൻ എന്നോട് ഇടവക സംഘത്തിൽ ശബ്ദമുയർത്തി പറഞ്ഞു, ഞാൻ എൻ്റെ തൊണ്ട പൊട്ടി അവനോട് തിരിച്ച് സംസാരിച്ചു. അവൻ എന്നെ ചീത്ത വിളിച്ചു, ഞാനും ചീത്ത വിളിച്ചു. ഭാര്യ ഭർത്താവിനെ എന്തോ പറഞ്ഞു, ഭർത്താവ് അത് വാട്സാപ്പിലൂടെ പ്രചരിപ്പിച്ചു. വികാരിയച്ഛനെ എന്തോ ഒരു കുറ്റം പറഞ്ഞു. വികാരിയച്ഛൻ പള്ളിയിൽ, ഈ ഇടവകയിൽ നിൻ്റെ ഒന്നും മക്കളും ഗുണപ്പെടുകയില്ല എന്ന് തിരിച്ചു പ്രസംഗിച്ചു. അച്ഛൻ്റെ നന്മയെ ഇടവകക്കാരുടെ തിന്മ അടക്കി മുടിച്ചു കളഞ്ഞു. മാർത്തോമാ സഭയുടെ അംഗങ്ങളെ, ഇന്ന് നമ്മൾ എടുക്കേണ്ടുന്ന തീരുമാനം ലളിതമാണ്. എന്നാൽ മരണം വരെ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് സ്വർഗരാജ്യം ഉറപ്പ്. അത് എന്നിലുള്ള നന്മയെ വേറെ ഒരുത്തൻ്റെ തിന്മ നശിപ്പിക്കാൻ നമ്മൾ അനുവദിക്കുകയില്ല. ഇത് അങ്ങനെ നമുക്ക് ജീവിക്കാനായിട്ടിടയാണ്. നമ്മുടെ ഈ നാട്ടിലെ അനുഗ്രഹീതമായ ഒരു പറച്ചിലുണ്ട്, അത് ഞാൻ പറയാം, അതിനുശേഷം നമുക്ക് ഒരുമിച്ച് അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നത് പൈശാചികം, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നത് മൃഗീയം. അങ്ങനെ ഒരു വാക്ക് മൃഗീയം എന്നിപ്പോൾ ഉപയോഗിക്കാൻ പാടില്ല, എങ്കിലും ഇവിടെ ഒരു പറച്ചിലുള്ളതാണ്. നന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നത് മാനുഷികം, തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നത് ദൈവീകം. മാർത്തോമാ സഭയുടെ അംഗങ്ങളെ, നമുക്ക് മൃഗീയമായി തരം താഴണമോ, പൈശാചികമായി നിലനിൽക്കണമോ, വെറും മനുഷ്യത്വം കാണിച്ചുള്ള മനുഷ്യരായി നിലനിൽക്കണമോ, അതോ ദൈവികരായി തീരണമോ? The possibility of man to become God is a God-given possibility. നമുക്ക് ദൈവത്തെ പോലെ ആകാം. നമ്മൾ പാടുന്നുണ്ട്, യേശുവെ പോലെ ആകാൻ. യേശുവെ പോലെ ആകണ്ട എന്നാഗ്രഹിക്കുന്ന ഈ ഭാഗത്തിരിക്കുന്ന സ്ത്രീകളിൽ ഒരാൾക്ക് കൈവോക്കാം. കേട്ടിട്ട് അല്ലാതെ ചാടിക്കേറി കൈവോക്കരുത്, എല്ലാവർക്കും ആകണം. അതുകൊണ്ട്
ഈ വാക്ക് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, നമ്മളിലുള്ള നന്മയെ സമൂഹത്തിലോ മറ്റൊരാളിൻ്റെ തിന്മ നശിപ്പിക്കാനിടയാകരുത്. നന്മയാൽ, ബാക്കി എന്നാ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ മുമ്പിൽ തന്നെ ഇരിക്കുന്ന നന്മയാൽ തിന്മയെ ജയിക്കുക. അതായിരിക്കണം സാറിൻ്റെ ലക്ഷ്യം. സാറ് ദൈവരാജ്യത്തിൻ്റെ അകത്തായിരിക്കും. ഇനി ഞാൻ ഈ പറയുന്നത് ശബ്ദമുയർത്തി എൻ്റെ പിന്നാലെ പറയാം. മനസ്സിലായി? നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നത് പൈശാചികം. ഇച്ചിരി ഉറച്ച് തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നത് മൃഗീയം. പുരുഷന്മാരുടെ ശബ്ദം ഇച്ചിലൂടെ വരണം. ഇങ്ങനെ ഞരങ്ങിയാൽ തിന്മയായി പോകും. മനസ്സിലായി? നന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നത് മാനുഷികം. തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നത് ദൈവികം. ഈ കൺവെൻഷന്റെ 2ാമത്തെ ദിനത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനം, തിന്മയ്ക്ക് പകരം നന്മ ചെയ്ത് ഞങ്ങൾ ദൈവികരാകും. അങ്ങനെ ആകുന്ന പ്രശ്നമേ ഇല്ല എന്നുള്ള ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈപോക്കാം. ഇല്ല, ഇത് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതാണ്, ദൈവനാമത്തിൽ സ്വീകരിച്ചിരിക്കുന്നതാണ്. ഇനാര് നമ്മളെ ചീത്ത വിളിച്ചാലും തിരിച്ച് സന്തോഷത്തിൻ്റെ നന്മയുടെ ഒരു വാക്യം പറഞ്ഞേക്കണം. സ്ത്രീകൾ കേൾക്കാമോ എല്ലാം പറയുന്നത്? ഞാൻ ഒന്നാമതിരിക്കുന്ന 2 രത്നങ്ങൾ കേൾക്കത്തില്ലേ? കേൾക്കാം. അപ്പോൾ നിങ്ങൾ സ്വർഗം സൃഷ്ടിക്കും. നന്മയ്ക്ക് പകരം നന്മ മാത്രം ചെയ്ത് വെറും മനുഷ്യരാകുകയും വേണ്ട. തിന്മയ്ക്ക് പകരം നന്മ ചെയ്ത് നമുക്ക് ദൈവികരാകാം. അവിടെ ഇരിക്കുന്ന 2 മനുഷ്യർ നല്ല മനുഷ്യരാണ്. നിങ്ങളെ കണ്ണണക്കെ തന്നെ ദൈവപുത്രന്മാരാണ്. ഇപ്പോൾ അങ്ങനെ നമുക്കൊന്ന് ശ്രമിക്കരുത്. അങ്ങനെ നമ്മുടെ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനം ഈ മാർത്തോമാ സഭയ്ക്ക് വലിയ പ്രത്യേകതകൾ കാണിക്കുന്ന ദൈവമക്കളായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കണം എന്ന് നിങ്ങൾ ധരിക്കരുത്. അതിൻ്റെ പ്രാർത്ഥന ആവശ്യമില്ല. ദൈവം കാത്തിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ അച്ഛന്മാർ, ഇവിടെ ഇരിക്കുന്ന ദൈവജനം, സംസാരിക്കുന്ന ഞാൻ, തിന്മയ്ക്ക് പകരം നന്മ ചെയ്ത് ദൈവത്തിൻ്റെ സന്തോഷം, റിയാലിറ്റി, യാഥാർത്ഥ്യം ഈ ലോകത്തിൽ നിറവേറ്റുവാനായിട്ട് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാ നന്മകളും ആശംസിക്കുകയും ചെയ്യുന്നു. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, ഇതെല്ലാവരും നിങ്ങളുടെ വീടുകളിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ സ്വയമായി നിങ്ങളുടെ മക്കളോടും, സ്ത്രീകൾ ഭർത്താക്കന്മാരോടും, ഭർത്താക്കന്മാർ സ്ത്രീകളോടും പറഞ്ഞാൽ സംശയം വേണ്ട, നമ്മൾ നന്മയുള്ള മനുഷ്യരാകും. അല്ലെങ്കിൽ ഇങ്ങനെ പത്രാസ് കാണിച്ച് നടക്കാവുന്നേ ഉള്ളൂ, വലിയ വിലയും നമ്മൾ കൊടുക്കേണ്ടി വരും. അതിന് നമുക്ക് ആവശ്യമില്ലല്ലോ. നമ്മൾ മാനസാന്തരത്തിന് വന്നവരാണ്. ഇപ്പോൾ പാട്ടുപാടുന്നതും ആ സമയത്ത് സ്തോത്ര കാഴ്ച സ്വീകരിക്കുന്നതുമാണ്. അതിനുശേഷം ശ്രീ അലക്സ് ഡാനിയൽ ഇന്നത്തേക്കുള്ള വേദഭാഗം വായിക്കുന്നതാണ്. ഇന്നത്തെ മുഖ്യ സന്ദേശം നൽകുന്നത് ബഹുമാനപ്പെട്ട തോമസ് സക്രിയാച്ചനാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ഞാനിവിടെ ഒന്നുകൂടെ അടിവരയിടുന്നു. ശാന്തനും നല്ല സ്വഭാവക്കാരനും വചനം നന്നായി പറയുന്നവനും അനുഗ്രഹീത ഗായകനുമായ അച്ഛൻ. ഇതൊന്നും എനിക്കില്ലല്ലോ എന്നുള്ള ദുഃഖം എനിക്കുണ്ടെങ്കിലും അദ്ദേഹത്തിനുള്ളതിൽ ഈ സഭയിലെ വൈദികൻ എന്നുള്ള നിലയിൽ എൻ്റെ സന്തോഷം അറിയിക്കുകയും അതിനുശേഷം തിരുവചനം